യുവമോർച്ച പുനഃസംഘടനയെ ചൊല്ലി സംഘടനയ്ക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. തന്നെ തഴഞ്ഞതിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റായിരുന്ന വൈശാഖ് രവീന്ദ്രൻ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ പ്രതിഷേധം അറിയിച്ചു. അനൂപ് ആന്റണിക്ക് വൈശാഖ് രവീന്ദ്രൻ അയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു. ചേട്ടാ, എനിക്ക് ഒരു ചെറിയ രീതിയിൽ അമർഷമുണ്ട് പുതിയ പ്രഖ്യാപനത്തോട് ഇതായിട്ട്. ചേട്ടാ, ഞങ്ങൾ 14 ജില്ലാ പ്രസിഡന്റുമാരുണ്ടായിട്ട് അതിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ പോലും എടുത്തിട്ടില്ല. ഇപ്പം ഞാനെന്ന് വെച്ചാൽ യൂണിറ്റ് കമ്മിറ്റി അംഗത്തിൽ തുടങ്ങിയതാണ് യുവമോർച്ചയിലെ എൻ്റെ പ്രയാണം. എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ താഴെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് പ്രചോദനമാണ് ലഭിക്കുന്നത്? പണിയെടുത്താൽ പോലും നമ്മളൊന്നും പരിഗണിക്കപ്പെടില്ല എന്നൊരു തോന്നൽ വരില്ല. കാര്യം കംപ്ലീറ്റ് ABVP എന്ന് വന്നേക്കുന്ന ഷോൺ ചേട്ടൻ്റെയും അനൂപേട്ടൻ്റെയും പേര് ജനറൽ സെക്രട്ടറി ലിസ്റ്റിൽ വരുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരുമ്പോൾ അനൂപ് ആന്റണിക്ക് കിട്ടണം. കാര്യം ഷോൺ ഈ അടുത്ത് വന്നോളൂ, വരുമ്പോൾ തന്നെ അത്തരമുള്ളൊരു കീ പോസ്റ്റ് കൊടുക്കരുത്. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വ്യക്തിക്ക് യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമെന്ന്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഇതിപ്പോൾ 14 ജില്ലാ അധ്യക്ഷന്മാരുണ്ട്, പക്ഷെ അവരിൽ ഒരാളെ പോലും എടുത്തില്ല. അപ്പം ആ രീതിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം എത്തിയത് അത് പ്രായപരിധിയാണ് അതിനൊരു പ്രധാന കാരണം. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണോ ഇപ്പോൾ ഈ പരാതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്മിത, തീർച്ചയായും പ്രായപരിധി എന്നാൽ 35 വയസ്സെന്നാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനു-പ്രസാദ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ അനൂപ് ആന്റണിക്ക് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയോട് പ്രതിഷേധം അറിയിച്ച യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രന്റെ പ്രായം 33 ആണ്. അദ്ദേഹത്തിന് 35 വയസ്സായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധ ശബ്ദ സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിമുട്ടും അമർഷവും ഉണ്ടെന്ന് വൈശാഖ് രവീന്ദ്രൻ അനൂപ് ആന്റണിയോട് നേരിട്ട് പറയുകയാണ്. അദ്ദേഹം പറയുന്നത് 14 ജില്ലാ അധ്യക്ഷന്മാരുണ്ടായിരുന്നവരിൽ ഒരാളെ പോലും പുതിയ ഭാരവാഹി പട്ടികയിൽ പരിഗണിച്ചിട്ടില്ല. നന്നായി പെർഫോം ചെയ്ത ജില്ലാ അധ്യക്ഷന്മാരെ ഒഴിവാക്കി. യുവമോർച്ചയിൽ യൂണിറ്റ് കമ്മിറ്റി അംഗത്തിൽ തുടങ്ങിയാണ് ജില്ലാ അധ്യക്ഷൻ വരെ ആയത്. അങ്ങനെ പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പുതിയ പുനഃസംഘടനയിൽ നിന്ന് എന്ത് പ്രചോദനമാണ് ലഭിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.